പണിക്ക് പോകുന്നത് ആർക്ക് വേണ്ടിയാ? അധ്വാനിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയല്ലേ? നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ? മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ? ഉദാഹരണത്തിന് ഞാനൊരു അനുഭവം പറയട്ടെ. നിന്റെ ഭർത്താവ് ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണെന്ന് നീ സങ്കല്പിച്ചോ. ഒരു ഹോട്ടലിലെ ജീവനക്കാരനായ നിന്റെ ഭർത്താവ് അതിരാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിച്ചു, ഷർട്ട് ധരിച്ചു, പാന്റ് ധരിച്ചു, ഡ്രസ്സിംഗ് സൈഡ് ചെയ്തു. എന്നിട്ട് നിന്നോടും മക്കളോടും യാത്ര പറഞ്ഞ് തന്റെ സ്ഥാപനത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഹോട്ടലിലേക്ക് ആദ്യമായി കയറി വന്നൊരു കസ്റ്റമർ ഒരാദിവാസിയാണെങ്കിൽ, ഒരാളും പരിഗണിക്കാത്ത ഒരാളാണെന്ന് വെച്ചോ. കയറി വന്ന കസ്റ്റമർ നിന്റെ ഭർത്താവായ സപ്ലയറോട് ചോദിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന്. ഭർത്താവ് വെള്ളം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാൽ ആ വെള്ളം കൈ കൊണ്ട് പിടിച്ചു നോക്കിയിട്ട് ആദ്യമായി കയറി വന്ന കസ്റ്റമർ നിന്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, എടോ നിനക്ക് പച്ചവെള്ളവും ചൂടുവെള്ളവും തിരിയില്ലേ? ഞാൻ നിന്നോട് ചോദിച്ചത് ചൂടുവെള്ളമല്ലേ? എടോ നിനക്ക് പച്ചവെള്ളവും ചൂടുവെള്ളവും തിരിയില്ലേ എന്നുള്ള ആദ്യത്തെ മനസ്സിൽ തട്ടുന്ന ചോദ്യം കേട്ടപ്പോൾ ഈ കയറി വന്നവൻ കുളിച്ചിട്ട് ദിവസങ്ങളായി. ആളുകൾക്കിടയിൽ ഒരു ആദിവാസിയായി അറിയപ്പെടുന്നവരാണെങ്കിൽ പോലും ആദിവാസിക്ക് മുന്നിൽ നിന്റെ ഭർത്താവിന്റെ നാവ് എഴുവില്ല. ചോദിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പത്രാസ് പറഞ്ഞായത് കൊണ്ടല്ല. ഒരുപക്ഷെ കണ്ണൊന്ന് നിറയോ, കൽവൊന്ന് പടയോ. പക്ഷെ ആ കണ്ണ് നിറയുമ്പോൾ പെണ്ണെ കാണുന്നത് നിന്റെ മുഖമാ, ആലോചിക്കുന്നത് കുട്ടികളുടെ മുഖമാ. മരം കയറുന്ന ഭർത്താവ് തെറ്റ് കയറുന്നൊരു തൊഴിലാളിയാണെങ്കിൽ എത്ര പ്രയാസങ്ങളുണ്ട്. ഓരോ ഉയരത്തിൽ കയറുമ്പോൾ ആ പ്രയാസങ്ങൾക്കിടയിൽ പ്രതീക്ഷ നൽകുന്നത് തന്റെ പെണ്ണ് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയാ, തന്റെ വാപ്പയുണ്ടല്ലോ എന്ന ആലോചനയാ. എന്നിട്ട് നിനക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇല്ലായ്മകളുടെ കഥ പറഞ്ഞ് പരാതികളുടെ പണ്ടം തുറന്ന് സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്നുവെങ്കിൽ നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവളാരാ? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ പറഞ്ഞില്ലേ, ആകാശഭൂമികൾ താണ്ടിക്കടന്ന് ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സുഖസൗകര്യങ്ങളുടെ പർദീസയായ സ്വർഗ്ഗം കണ്ടു ഞാൻ, നരകം കണ്ടു ഞാൻ. നരകം കണ്ടു നോക്കുമ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാ. ചോദിച്ചില്ലേ നബിയേ, എന്തേ നരകാവകാശികളിൽ കൂടുതൽ സ്ത്രീകളായത്? അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ മറുപടി, കുഫ്റാൻ, കുഫ്റാൻ, കുഫ്റാൻ. കാഫിരീങ്ങളായി പോയത് കൊണ്ടാണോ നബിയേ? ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ദീൻ ചുരുങ്ങിയവരല്ലേ, നിസ്കാരം ചുരുങ്ങിയവരല്ലേ, അതുകൊണ്ടാണോ? നബിയുടെ മറുപടി അല്ല, കുഫ്റാൻ. കുഫ്റാൻ എന്നാൽ നിഷേധിക്കുക, കാഫിറാവുക. എന്താണ് ഈ കുഫ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഫ്റാനുൽ അശീർ, ഭർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ താഴെ നിഷേധിച്ച് കളയുന്ന സ്വഭാവം. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് എന്തോ ഒന്ന് കയർത്തലാണ്, കയർത്ത ഉടനെ പെണ്ണിന്റെ മറുപടി, അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ് 12 വർഷമായില്ലേ, ഇന്നേ വരെ നിങ്ങൾ എനിക്ക് എന്ത് മണ്ണാക്കട്ടയാ ചെയ്തതെന്നത്? നിങ്ങൾ എങ്ങനെയാ എന്നെ പരിഗണിച്ചത്? എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് നിങ്ങളെ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം, എല്ലാ അനുഗ്രഹങ്ങളും പാടെ നിഷേധിക്കുന്ന ശൈലിയുള്ള പെണ്ണ്, ഭർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിന്റെ പേരിൽ നരകാവകാശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുന്നത്, ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് എന്ന് പറയും. റോസാ പുഷ്പങ്ങളാലുള്ളൊരു പൂർണ്ണതയല്ല ജീവിതം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ ഭർത്താവിന്റെ കൂടെ നിൽക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് ഉപ്പയുടെ ബഹുമാനം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. നിങ്ങളാണ് ഉപ്പയാരെന്ന് പഠിപ്പിക്കേണ്ടത്, ഉപ്പാപ്പയുടെ മഹത്വം പഠിപ്പിക്കേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ നാവിന് നീളം കൂടിയാൽ, നിങ്ങളുടെ സ്വഭാവം മോശമായി പോയാൽ തകരുന്നത് നിങ്ങളുടെ ദാമ്പത്യം എന്നതിനേക്കാൾ ഉപരി തലമുറകളാണ്. കേടുവരുന്നതും വിപത്ത് സംഭവിക്കുന്നതും നിങ്ങൾക്ക് മാത്രമല്ല, മക്കൾക്ക് കൂടെയാണ്. സഹോദരിമാരെ ആദ്യം മനസ്സിലാക്കുന്നത് 20,000 വേർഡ് പറഞ്ഞിട്ട് സംസാരിക്കാറില്ല. ഫോണും ആധുനിക സംവിധാനങ്ങളൊക്കെ തെറ്റായി യൂസ് ചെയ്യാന്നല്ല പറഞ്ഞു. അള്ളാനെ പേടിയാണ് എല്ലാത്തിൻ്റെയും മൂലധനം. മരിക്കണല്ലോ.
പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ. അപ്പൊ ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ കുറെയൊക്കെ കണ്ടറിയാൻ ഭാര്യമാർക്ക് കഴിയണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ വിജയം. അങ്ങനെ കഴിഞ്ഞു എന്നതല്ലേ. നിങ്ങൾ നോക്ക്, ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ ഖദീജ ഉമ്മയുടെ ബറക്കത്തുണ്ട് ഞങ്ങളുടെ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. ഖദീജ ഉമ്മ ഹജ്ജിന് പോയ ഹാജിമാർക്കറിയാം, ഉംറക്ക് പോയ ഹജ്ജാജിമാർക്കറിയാം, ഹജ്ജുമ്മമാർക്കറിയാം, പരിശുദ്ധ ശഅബാനിയത്തിന്റെ അപ്പുറം ജന്നത്തുൽ അപ്പുറത്ത് സഫാ മർവ പർവ്വതത്തിന്റെ ഭാഗത്താണ് ഖദീജ ഉമ്മയുടെ വീടുള്ളത്. ആ വീട്ടിൽ നിന്ന് ജബലന്നൂർ പർവ്വതത്തിലേക്ക് ഒരു ദിവസം 2 തവണ മുത്തനബിക്കുള്ള ഭക്ഷണവുമായി നടന്നുപോയ മഹദിയല്ലേ ബീവി ഖദീജ. 55 വയസ്സ് കഴിഞ്ഞിട്ട ഖദീജ ഉമ്മ മുത്തനബിക്കുള്ള ഭക്ഷണമായിട്ട് പോവുക. ഉംറക്ക് പോയ ആളുകളോട് ഇറാഖ് കണ്ടോ ജബലന്നൂർ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ മുകളിലെത്തിയ ആളുകൾ അപൂർവമായിരിക്കും. പിന്നെ നടക്കാൻ സ്റ്റെപ്പുകളുണ്ട്, പിടിക്കാൻ കൈവേലികളുണ്ട്, ഇടയ്ക്ക് നല്ല വെള്ളം ഒഴിച്ചു പിടിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും തന്നെ അവിടെ എത്തിപ്പെടാൻ പ്രയാസമുണ്ട്. എന്നതൊന്നും ഇല്ലാത്ത കാലത്ത് ഖദീജ സഹിച്ച ത്യാഗം നോക്കി നിങ്ങൾ. അതല്ലേ ഇസ്ലാമിക ലോകത്ത് ദുഃഖവർഷം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വർഷമുണ്ടെങ്കിൽ ഏത് വർഷമാണ്? ഖദീജ വഫാത്തായ വർഷമല്ലേ. ആരാ ഖദീജ എന്നറിയുമോ പെങ്ങളെ? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അവിടുത്തെ മടിയിൽ കിടന്നാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. ആ വഫാത്തിന്റെ ഘട്ടത്തിൽ ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണപ്പോൾ മരണം കണ്ണിൽ കാണുന്ന ഖദീജ ബീവി ചെയ്തത് കയ്യുയർത്തി മുത്തായ തങ്ങളുടെ മുഖം തന്റെ മുഖത്തേക്ക് ഒന്നടുപ്പിച്ചു. എന്നിട്ട് ചോദിച്ചില്ലേ തങ്ങളെ, ഞാൻ വഫാത്തായി പോയാൽ, ഞാൻ മരണപ്പെട്ടു പോയാൽ തങ്ങൾ ഒറ്റപ്പെടുമെന്ന് തങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തങ്ങൾക്ക് ആരും ഉണ്ടാവുകയില്ല എന്ന ചിന്തയാണോ ഈ കണ്ണ് നിറയാനുള്ള കാരണോ? ഇത് ചോദിച്ചിട്ട് ഖദീജ ബീവി പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹു തങ്ങളെ കൈവടിയില്ല. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ മുത്തായങ്ങൾക്ക് ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്ക് കൊടുത്ത് ഭൂലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ മഹദിയല്ലേ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. സഹോദരിമാരോട് അള്ളാന്റെ പേരുള്ളവരാണ്, ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈദ്യുതി അമ്മായിമ്മ പോലത്തെ പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. കാരണം ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു ശരിയാണ്. കരയിലേക്കൊന്ന് പോയാൽ ഒട്ടുമുക്കാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അമ്മായിമ്മ പോലും മറ്റൊക്കെ പറഞ്ഞു, മറ്റോ പോലൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്, എന്നാലും ബാപ്പാരെന്തായാലും പരിഗണന കുടുംബത്തിന് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ള ഭയങ്കര സംഭവമാണ്.